അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഖത്താദ റളിയല്ലാഹു അൻഹു ഖാല ബൈനമാ നഹ്നു നുസല്ലി മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് സമിഅ ജലബത റിജാലിൻ ഫലമ്മാ സ്വല്ല ഖാല മാ ശഅ്നുകും ഖാലു ഇസ്തഅജൽനാ ഇല സ്വലാത്തി ഖാല ഫലാ തഫ്അലു ഇദാ അതൈതുമുസ് സ്വലാത്ത ഫഅലൈക്കും ബിസ്സകീന ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാത്തക്കും ഫഅതിമു. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമ് നിന്ന് ഞങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ കാലടിയുടെയും സംസാരത്തിൻ്റെയും എല്ലാം ബഹളം, ശബ്ദം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞ് ചോദിച്ചു, എന്താണ് സംഭവം? സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ നമസ്കാരത്തിലേക്ക് തിരക്ക് കൂട്ടി വന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നമസ്കാരത്തിന് വരികയാണെങ്കിൽ നിങ്ങൾ വളരെ ശാന്തമായി വരണം. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുക, നഷ്ടപ്പെട്ടത് ഇമാം സലാം വീട്ടിയ ശേഷം നിങ്ങൾ പൂർത്തിയാക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമസ്കാരത്തിന് വരുന്നതിൻ്റെയും നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെയും എല്ലാം പുണ്യം വിശദീകരിച്ചത് ഹദീസുകളിലുണ്ട്. എത്ര നേരമാണോ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അത്രയും നേരം നമസ്കാരത്തിലാണ്, അത്രമേൽ പുണ്യമാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് അങ്ങനെ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല, നമസ്കാരം തുടങ്ങിയ ശേഷമാണ് എത്തുന്നതെങ്കിൽ ആ വ്യക്തി നമസ്കാരം തുടങ്ങിയല്ലോ എന്ന് കരുതി ഓടി വന്ന് ബഹളമുണ്ടാക്കി സൊഫിൽ കയറി നിൽക്കേണ്ടതില്ല. മറിച്ച് ആ വ്യക്തി ശാന്തമായി വരികയും ആ ജമാഅത്തിൽ എത്രയാണോ കിട്ടിയത് അത്ര നമസ്കരിക്കുകയും ബാക്കി ഇമാം സലാം വീട്ടിയ ശേഷം പൂർത്തീകരിക്കുകയുമാണ് വേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ ഉഖീമത്തിസ് സ്വലാത്തു, നമസ്കാരത്തിന് ഇഖാമത്ത് നിർവഹിക്കപ്പെട്ടാൽ, നമസ്കാരം ആരംഭിച്ചാൽ, ഫലാ തഅ്തൂഹാ വഅൻതും തസ്ഔൻ, നിങ്ങൾ ഓടിക്കൊണ്ട് പോവരുത്, വലാകിൻ ഇഅ്തൂഹാ വഅൻതും തംശൂൻ, നിങ്ങൾ നടന്നുകൊണ്ട് തന്നെ പോവുക, വഅലൈക്കുമുസ് സക്കീന, നിങ്ങൾ വളരെ ശാന്തത പാലിക്കണം, ഫമാ അദ്റക്തും ഫസല്ലു, കിട്ടിയത് നമസ്കരിക്കുക, ഫമാ ഫാത്തക്കും വഅതിമു, നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുക. മറ്റൊരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ സമയത്തുമുൽ ഇഖാമത്ത, ഇഖാമത്ത് കൊടുക്കുന്നത് നിങ്ങൾ കേട്ടാൽ, ഫംഷു ഇല സ്വലാ, നമസ്കാരത്തിലേക്ക് നിങ്ങൾ നടന്നു പോവുക, വഅലൈക്കും ബിസ്സക്കീന, നിങ്ങൾക്ക് സമാധാനം വേണം, അടക്കം വേണം, ബൽ വഖാർ, ഗൗരവം വേണം, ശാന്തി വേണം, നല്ല ഒതുക്കം വേണം, ബലാ തുസ്രിഉ, നിങ്ങൾ ഒരിക്കലും വേഗത കൂട്ടരുത്, ഫമാ അദ്റക്തും ഫസല്ലു, കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുക, വമാ ഫാത്തക്കും ഫഅതിമു, നഷ്ടമായത് നിങ്ങൾ ഇമാം സലാം വീട്ടിയ ശേഷം പൂർത്തീകരിക്കുക. ഈ ഹദീസുകളെല്ലാം ഒരുപോലെ പറയുന്ന കാര്യം, നമസ്കാരത്തിന് ശാന്തമായി വേണം എത്താൻ, അതിൻ്റെ ഒരു ഗൗരവം കാത്തു സൂക്ഷിക്കണം. ഇഖാമത്ത് കൊടുത്തല്ലോ എന്ന് കരുതി വല്ലാതെ ബഹളമുണ്ടാക്കി ഓടി എത്തുന്ന അവസ്ഥ വേണ്ട. പരമാവധി വൈകാതിരിക്കുക, വേഗം പള്ളിയിലെത്തി നമസ്കാരത്തിന് കാത്തിരിക്കുക. അഥവാ വൈകിയാൽ അവർ പാലിക്കേണ്ട ഗൗരവപ്പെട്ട ഒരു മര്യാദയെ, ഒരു സംസ്കാരത്തെ കുറിച്ചാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും പല പള്ളികളിലും നമ്മളിൽ പല ആളുകളും ഇങ്ങനെ നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ റുക്കൂ കിട്ടാൻ വേണ്ടി ഓടുന്ന ആളുകളാണ്. അങ്ങനെ വേണ്ടതില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കിട്ടിയ അത്ര ഇമാമിന്റെ കൂടെ നമസ്കരിക്കുക, ബാക്കി ഇമാം സലാം വീട്ടിയ ശേഷം പൂർത്തീകരിക്കുക, എങ്കിലും ജമാഅത്തിന്റെ കൂലി ലഭിക്കും, അതിൽ നഷ്ടം വരികയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും എല്ലാം നാം തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.